ശ്രീ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. ഇന്ന് 11ാമത്തെ ദിവസം 11ാമത്തെ അധ്യായം. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശോധ്യായം ഇന്ന് പാരായണം ചെയ്യാണ്. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങളിൽ നിത്യപാരായണമായിട്ട് വൈശാഖ മാസത്തിന് ശേഷം ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാന ശ്ലോകം. ഓം തത്സത്. ശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗര്യ ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമേ കിളിപ്പെണ്ണെ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴ പഞ്ചസാരയും ഇളനീരും ചിത്ത കൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മുടരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടൊരു നേരം കിളി പേടയും കുതൂഹലമാമണ്ണം ഉര ചെയ്തു. വാരണമുഖനുമാവല്ലഭാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേ മാനസികാസിതാ സദാകാലം. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 11ാമത്തെ അധ്യായം. അതാ വൈശാഖ മഹാത്മ്യം 10ാമോധ്യായ. കേൾക്കണമിനി പാപനാശനങ്ങളാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ഏകാദശോധ്യായ. വംഗദേശാധിപതിയാകിയ കുശകേതു മംഗലശീലൻ ധർമ്മ തൽപരൻ വിഷ്ണു ഭക്തൻ. ഓം ശ്രീകൃഷ്ണായ നമഃ. അവനെ പരിപാലിച്ച അസംഖ്യ കീർത്തിയാവാഴും അവനോ ഹേമകാന്തനെന്നൊരു പുത്രനുണ്ടായി. എല്ലാം ഗ്രഹിച്ചത്രയും സമർത്ഥനായി വിദ്രുതം നായാട്ടിനോ നടന്നു സേനയോടും. ദൃഷ്ടിശാർദുരടിയാദി സർവ ദുഷ്ടജന്തുക്കൾ തന്നെ വധിച്ചു നടക്കുമ്പോൾ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഉണ്ടായ പരിതാപത്തെ കൊണ്ടവൻ വരും നേരം കണ്ടിതു മഹാമുനിമാരുടെ പർണശാല. കിണ്ടൽ പൂണ്ടാശ്രമത്തിൽ പുക്കിരുന്ന ബാലൻ ഗുണ്ടതയോടും തത്ര എന്നിട്ടു ഉണർന്നീല. ഉൾക്കാമ്പിൽ ഉദിച്ചോരു കോപത്തോടുര ചെയ്താൻ ധിക്കാരമിത്ര കണ്ടിലാരെയും കഷ്ടം കഷ്ടം. മുഖ്യനാമഹം പുനരി പ്രദേശത്തു വന്നാൽ സൽക്കരിച്ചിടാത്തൊരു താപസന്മാരെ ഇപ്പോൾ. വൈകാതെ വധിക്കുന്നു മുതിർന്നു കുമാരനും കോപമോടപ്പോൾ മുനി ശിഷ്യന്മാരേവം ചൊന്നാൻ. കോപിക്ക വേണ്ട വൃഥാ ഭൂപതേ സമാധിയാൽ താപസജനമറിഞ്ഞില്ല നീ വന്നതിടോ. എങ്കിലോ നിങ്ങൾ സൽക്കാരാദി ചെയ്തിടെന്നാൽ കിങ്കരോ മൃഗോ ഞങ്ങൾ കുറച്ച് ഭാഗം വായിച്ചൂടെ? രണ്ടുപേരും വായിക്കുന്നത് കുറച്ച് അഞ്ചത്തോടെ സംഹരിച്ചിടുവാൻ ഞാൻ ശങ്കയില്ലേതും മമ കാണേണം തപോബലം. ഇത്തരമുര ചെയ്തു ശസ്ത്രങ്ങൾ തൂകിയിടിനാൻ ബദ്ധസന്താപം പൂണ്ടങ്ങോടിനാർ താപസന്മാർ. 100 ജനങ്ങളെ കൊന്നിരു മഹാഭാവി മന്നവകിങ്കരന്മാർ ശാലകൾ തോറും ബുക്കു. കണ്ടുള്ള പദാർത്ഥങ്ങളൊക്കെയും കവർന്നപ്പോൾ മിണ്ടാതെ നിന്നു കൊണ്ടന്ധനാം ഭൂപാലജൻ. ആശ്രമം തന്നിലുള്ളതെല്ലാമേ ഗ്രഹിച്ചവർ വിശ്രുതനായ ബാലൻ തന്നോടും കൂടിപ്പോയി. തൻപുരം ബുക്കു സുഖിച്ചിരിക്കും ദശാന്തരെ ദുഷ്കൃതിയായ സുതൻ ചെയ്ത വൃത്താന്തം കേട്ടു. ജനല്ലിനി പുത്രൻ ത്യാജനെന്നോർത്തു ശീഘ്രം രാജേ നിന്നാത്തിക്കളഞ്ഞിടിനാൻ സുഹൃതമൻ. സാധനം പുരവാസുജനവും വെടിഞ്ഞപ്പോൾ സാദര ചിത്തത്തോടും കാടകം പുക്ക നേരം. പിന്നാലെ ബ്രഹ്മഹത്യാ ദോഷമൂർത്തികൾ ചെന്നു മന്നവ ബാലൻ തന്നെ പീഡിപ്പിച്ചിടും സദാ. ഭീതി കൂടാതെ ഒരു ദിക്കിലും നിന്നു കൂടാ
ആദിയോടൊരോദിശി വാണുപുക്കൊളിച്ചിടും. ബോധഹീനനാം അവൻ വൃത്തിക്കു മുട്ടിയപ്പോൾ വ്യാധന്മാരോടും ചേർന്നു വസിച്ചൻ ചിരകാലം. ഇങ്ങനെ 88 വത്സരം ചെന്ന കാലം അങ്ങൊരു ഋഷി നിന്നു വൃദ്ധനാം വിപ്രശ്രേഷ്ഠൻ. അത്രിതാനെന്നല്ലോ നാം അവനും തീർത്ഥങ്ങളെ തേടികൊണ്ടാടിയിടുവാൻ നടക്കും ദശാന്തരേ. മാധവമാസം തന്നിൽ മധ്യാഹ്നേ മഹാവനെ ആദവക്ലാന്തൻ നിഴലില്ലാതിൽപ്പെട്ടു. ദാഹവുണ്ടിന് മുഷ്ണമെന്നിവ സഹിയാഞ്ഞു മോഹിച്ചു മുപ്പതിച്ചിരിനെത്ര കഷ്ടം. നരരോധനം കേട്ടപ്പോൾ ഹേമകാന്തൻ സാഹസത്തോട് ചെന്നു കണ്ടിതു വൃത്തമെല്ലാം. ബ്രഹ്മപത്രങ്ങൾ കൊണ്ടു കുടയായി കുത്തിച്ചേർത്തു വിപ്രന്നൽ നിഴലുകളുണ്ടാക്കി നൃപോത്തമൻ. തന്നുടെ തോളിലുള്ള ചുരങ്ക പത്രത്തോയം ധന്യനാം ഭൂദേവന്റെ മൂർധനി വിത്തിയിടിനാൻ. തന്നിൽ 2 നാഴിക കിടന്നപ്പോൾ വന്ന ശോകങ്ങളൊട്ടു ചുരുങ്ങി വിപ്രനപ്പോൾ. എഴുന്നേറ്റു നടന്നു വിപ്രേന്ദ്രനും പിന്നെ ഭൂപതി തസ്മൈ ബ്രഹ്മപത്രം. ഭൂമിപാലകൻ ചിത്തമഴിഞ്ഞു നൽകിയിടിനാൻ ഭൂമിദേവനും ദീനം തീർന്നാശു ഗൃഹം പുക്കാൻ. ഛത്രദാനത്തിൻ ഫലത്തെ കൊണ്ടു നൃപനുടെ അത്യാദ ദോഷങ്ങൾ 300 ദൂരെ പോയാർ. മഹിമായേറുന്നവൻ ഉടനെ യമഭട ഗൃഹിണിയാകും വ്യാധി തന്നാലെ പീഡിപ്പിച്ചും. ചണ്ടുവേദനയോടു കൊണ്ടുപോവതിനായി ദണ്ഡിതൻ ഭടന്മാരും മുതിർന്നു നിന്നിടിനാൻ. ഘോരവേഷത്തെ പൂണ്ട സ്വാമിദൂതരെ കണ്ടു ബിരുദ കലർന്നേറ്റം മയങ്ങിക്കിടക്കുമ്പോൾ. ഛത്രദാനത്തിൻ പുണ്യം കൊണ്ടപ്പോൾ നാരായണം ചിത്തപത്മത്തിൽ സ്മരിച്ചിടുവാൻ യോഗം വന്നു. ദുർവഹഭീതിയോടും ധ്യാനിച്ചോരനന്തരം സവജ്ഞമൂർത്തി ചിരിച്ചുടനെ അരുൾ ചെയ്തു. വൈശാഖേ മഹാമുനി കാന്തമപത്രവും നൽകി ക്ലേശത്തെ തീർത്ത നൃപന്മേൽ ഭക്തവരൻ തന്നെ. കാലഭൃത്യന്മാർ കൊണ്ടുപോവതിന്നാരംഭിച്ചു കാലം വൈകാതെ വിരോധിച്ചു നീ വിശ്വക്സേന. കൽപ്പിത തന്റെ പക്കൽ കൊണ്ടു ചെന്നാക്കിയിടേണം വായ്പേരും ബ്രഹ്മഹത്യ ദോഷങ്ങൾ തീർന്നു എന്നും. ഞാൻ തന്നെ ചൊന്നേനെന്നു ബോധിപ്പിച്ചാശുഹേമ കാന്തനെ വാഴിച്ചുടനുടനെ പോന്നാലും നീ. ഉള്ളത് വായിച്ചോണ്ടിരിക്കുക കണ്ണതിന്റെ ഉള്ളത്. ഓക്കെ, പിന്നെ വിളിക്കാം. ഇല്ല പോണത്രേ പോയിട്ട്. ഭഗവാൻ അരുൾ ചെയ്ത പോലെയും ആചരിച്ചു ഭഗവൽ ഭക്ത കുശകേതുവോടെല്ലാം ചൊല്ലി. നന്ദനാഭിഷേകം ചെയ്തുടൻ കുശകേതു ചെന്നു കാനനെ വാണു മോക്ഷവും സിദ്ധിച്ചിതു. ഇവണ്ണം തന്നെ മോക്ഷം സാധിച്ചു ഹേമകാന്തൻ കേവലം കാലമേറ്റം ചെന്നിട്ടെന്നടേയുള്ളൂ. വൈശാഖ കർമ്മത്തിനു തുല്യതയില്ല ചൊൽവാൻ ക്ലേശമില്ല അനുഷ്ഠിപ്പാൻ അധികം ഫലം സിദ്ധം. കർമ്മം താപസ സഞ്ചയങ്ങൾ കൂങ്ങിനെ തന്നെ സഖേ. ധർമാർത്ഥ കാമമോക്ഷം എല്ലാമേ സാധിച്ചിടും നിർമ്മലമതേ ചൊന്നീൻ അധ്യായം 13. ഓം തത്സത്. വൈശാഖ മഹാത്മ്യേ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈശാഖ മഹാത്മ്യം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഓം ശ്രീ നാരായണായ നമഃ. നാരായണാഖില